ഹേ ഗായ്സ്, അപ്പോൾ ലൈഫിലെ വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. വളരെ സന്തോഷമുള്ള ഒരു ദിവസം, പക്ഷെ ഇനി കുറച്ചൊക്കെ ടെൻഷനുള്ള ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ നാളായിട്ട് വീടുകൾ ഇങ്ങനെ തേടി തേടി നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഫൈനലി നമുക്കുള്ള വീട് നമ്മൾ കണ്ടെത്തി. നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ച് വെച്ച പോലെ തോന്നി ഇല്ലേ? കണ്ടപ്പോ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി. ആ വീട് കണ്ടിട്ട് പിന്നെ നമ്മൾ കുറെ വീട് പിന്നെ കണ്ടായിരുന്നു, പക്ഷെ മനസ്സ് അവിടുന്ന് പോകുന്നില്ല. വെറുതെ ചുമ്മാ പോയി കാണുമെങ്കിലും ലാസ്റ്റ് ഒന്ന് പറയട്ടാ, അത് ഇഷ്ടപ്പെട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്നലെ ചെറിയൊരു ടോക്കൺ കൊടുത്തു. நாளை 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 என்று இன்றை இழக்காதே, நீ இன்றை இழக்காதே, நீ இன்றை இழக்காதே. இன்றை விதைத்தால் நாளை முளைக்கும், அதை நீ மறக்காதே, நீ அதை நீ மறக்காதே, நீ அதை நீ மறக்காதே. நேற்று நடந்த காயத்தை எண்ணி நியாயத்தை விடலாமா? நியாயம் காயம் அவனே அறிவான், அவனிடம் அதை நீ விட்டு செல். ஹே தோழா, முன்னால் வாடா, உன்னால் முடியும். தளபதி தளபதி நீனா நீனா, அன்பு தலைவா, வெற்றி நமக்கே, அழகிய தமிழ் மகன் நீதானே. എന്തായാലും കുഞ്ഞിന്റെ ചരടിട്ട് കഴിഞ്ഞ് നമ്മളെന്തായാലും അങ്ങോട്ട് നേരെ അതിനു മുമ്പ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കുഞ്ഞിനെ കൊണ്ട് വാടക വീട്ടിൽ പോകുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. എന്തായാലും റെന്റൽ ഹൗസിലൊന്നും പോകണ്ട, അത് മനസ്സ് വരുന്നത് കുറച്ച് ഇപ്പൊ നമ്മള് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, ആ ഒരു വിഷമം നമുക്ക് വരണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താണെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു വീട് സ്വന്തമായി വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്രയോ ദിവസം കൊണ്ട് അച്ഛനും ഏട്ടനും ഇങ്ങനെ നടക്കുക. ഇന്നിപ്പോ അതിനൊരു അവസാനം ഉണ്ടായി. നമ്മളെല്ലാരും കൂടെ പോയി. അച്ഛനമ്മ ബാക്കിലുണ്ട്, സുഹൃത്തുക്കളെ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. കുഞ്ഞ് ഫ്രണ്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ കുഞ്ഞിനെ ബാക്കി കൊടുക്കാൻ പോവാം. നമ്മൾ വണ്ടി എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കുഞ്ഞിനെ അമ്മയെ കൊടുത്താൽ അമ്മ കുഞ്ഞിനെ ഫ്രണ്ട് ഇരുത്തി വണ്ടി ഡ്രൈവ് ചെയ്ത് കേട്ടോ. നല്ലൊരു ദിവസം, എല്ലാം മംഗളപരമായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥന എല്ലാം വേണം. ഇപ്പം അഡ്വാൻസ് എഴുതിയാലും ഇനി കുറച്ച് ഒരു മാസം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. നല്ലൊരു തുടക്കം, നല്ലൊരു ദിവസം. നിങ്ങളെ പ്രാർത്ഥന വേണം കേട്ടോ. പോവല്ലേ? പോവാം. எந்த வேர்வைக்கும் வெற்றிகள் வேர்வைக்குமே, உண்மை உள்ளத்தில் தோர்வைக்குமே. உன்னால் வாடா, உன்னால் முடியும், உன்னால் முடியும். தோழா, உன்னால் வாடா, உன்னால் முடியும். தளபதி தளபதி நீனா நீனா, அன்பு தலைவா, മൃദുലയം അഡ്വാൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ വലിയൊരു ഘട്ടം ഇന്ന് പുതിയതായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. ടെൻഷനുണ്ട്, ചെറുതായിട്ടല്ല, നല്ല ടെൻഷനുണ്ട്. പ്രമാണമായി കിട്ടുന്നോടം വരെ നല്ല രീതിക്ക് ടെൻഷനുണ്ട്. കാരണം നമുക്ക് ഒരു മാസമേ ഉള്ള സമയം, അതിനിടയ്ക്ക് ഇതെല്ലാം ഓടിയണമെന്ന് ചെയ്യണം. ഒരു മാസം കൊണ്ട് നമുക്ക്, ഒരു മാസമല്ല, ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് സെറ്റ് ചെയ്യണമല്ല, എന്നാലേ കുഞ്ഞിന്റെ ചരടായിട്ട് വരുന്ന നൂറ് കാര്യങ്ങൾ വരുക. അപ്പൊ കയറി പോവാം. ഇതാണല്ലേ ചട്ടിച്ചോറ്? അല്ല, പിന്നെ ചട്ടിക്കാതിരിക്കുന്നല്ലേ ചട്ടിച്ചോറ്. പുനലൂരിന്ന് കഴിക്കുന്ന മറ്റൊരു ബിരിയാണി പോലത്തെ ചട്ടിച്ചോറ് പണ്ട് ഏരിയുള്ള, അത് ഇറച്ചിച്ചോറടി, ചട്ടിച്ചോറ്. എന്റെ മനസ്സിൽ അതാണ്. കുറെ കറിയുണ്ട് കേട്ടോ. കപ്പയുണ്ട്, അവിയലുണ്ട്, ബീഫാ ചിക്കനുണ്ട്, ഫ്രൈ ഉണ്ട്, മീനുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. അത് ചട്ടിക്കകത്ത് തിന്നാനുള്ള, നമ്മൾ പിന്നെ പ്ലേറ്റ് ഇട്ട് തിന്നണം. ബീഫുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ വീടിൽ നിന്ന് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു. വളരെ സന്തോഷം. പെട്ടെന്നായിരുന്നു കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, നമുക്കൊരു വീട് ഇഷ്ടപ്പെട്ടായിരുന്നു, നമ്മളതൊരു ഫേവറേറ്റ് ബക്കറ്റ് ലിസ്റ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ റെഡി ആവാത്തത് കൊണ്ടാണ് ആ ഒരു വീട് നമ്മൾ മാറ്റി വെച്ചേന്ന്. അപ്പം എന്തായാലും ആ വീടാണ് നമ്മളന്ന് വാങ്ങാം. അതെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിന് അഡ്വാൻസ് കൊടുത്തു. അപ്പം നമ്മൾ ഒരു മാസം വെച്ചിട്ടാണ് അഡ്വാൻസ് എഴുതിയത്. ഇന്നായിരുന്നു അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര ലൈഫിൽ ഒരു വട്ടമല്ലേ നമ്മൾ വീട് വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ
എന്തായാലും നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ല. പിന്നെ സ്ഥലമിടമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ടല്ലോ. അതെ അതെ, അത് തന്നെ അങ്ങ് വാങ്ങിക്കാം. നമ്മൾ ഏതാണ്ട് ഒരു 10-30 വീടോളം കണ്ടിട്ടുണ്ടായിരുന്നു. 30 വീട് കണ്ടതിൽ നമ്മളൊരു 3 വീട് ഫേവറേറ്റ് ലിസ്റ്റിൽ വെച്ച് ഈ 3 വീടിൽ നമ്മൾ 2 വീടും പോയി കണ്ട്. പിന്നെ ആ ഒരു വീട് ഒഴിവായി, പിന്നെ 2 വീടായിരുന്നു നമ്മൾ ആ പോത്തൻകോട് ഇറക്കത്തിരിക്കുന്നത്. അത് വേണ്ടാന്ന് വെക്കാൻ കാരണം കുത്തിറക്കാണ്. ആ വീടും ഈ വീടുമായിരുന്നു പിന്നെ നമ്മുടെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ നമ്മൾ 2-3 വട്ടം കണ്ട വീട് തന്നെ പിന്നെ നമ്മൾ മുക്കും മൂലയും പരിശോധിച്ചു. അങ്ങനെ അത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ഫൈനലി നമ്മൾ ആ ഒരു വീട്, അതായത് ഞാൻ ആ അഡ്വാൻസ് കൊടുക്കുന്ന ക്ലിപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് ആ വീടിനകത്ത് നിന്നിട്ടാണ് നമ്മൾ അഡ്വാൻസ് തുക കൊടുക്കുന്നത്, ഒരു ടോക്കൺ, ചെറിയ ടോക്കൺ കൊടുക്കുന്നത്. അപ്പം ആ വീടാണ് നമ്മുടെ ഇനിയുള്ള വീട് എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ നല്ല ഉറക്കമായിട്ടാ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനിൽ കൂടെ കേട്ടോ കടന്നു പോകുന്നത്. കാരണം വേറെ ഒന്നും കൂടെ അല്ല, ഈ വീട് നമ്മളിങ്ങനെ വാങ്ങുന്നതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പോലും ഇതിന് പിന്നിൽ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തൊരു മേഖലയാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീട് എന്നൊക്കെ. നമുക്കിപ്പം പെട്ടെന്നൊരു വീട് കാണുമ്പോൾ ആ വീട് ഏത് ക്വാളിറ്റിയിലാണ് വെച്ചതെന്നോ അല്ലെങ്കിൽ അത് ഏതോ നമ്മൾ അറിയുന്നില്ല. ആ ഒരു ഫീൽഡിനെ കുറിച്ച് നമുക്ക് ഒരറിവില്ല. എനിക്കിപ്പം കോമൺ ഒരു വീട് കാണുമ്പം ആ വീട് ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇത് എത്ര ഇഞ്ച് കട്ട വെച്ച് കെട്ടുന്നു, ഇത് ഫില്ലറാണോ ബീമോ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതല്ലാണ്ട് ഒരു വീട് കാണുമ്പോൾ അത് എങ്ങനത്തെ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണെന്നോ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനായിരുന്നു ഓരോ വീടുകൾ പോയി കാണുമ്പോഴും. നമുക്ക് വേറെ അറിയത്തില്ലല്ലോ. അപ്പം ഇതിൻ്റെ വില കേൾക്കുമ്പോഴും ഇത് വാല്യൂ ഫോർ മണി ആണോ, ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഈ വീട് നമുക്ക് പറ്റിയതാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു ഓരോ വീട് പോയി കാണുമ്പോഴും. സത്യം പറഞ്ഞാൽ ടോക്കൺ കൊടുക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ പോലും സന്തോഷത്തെക്കാട്ടി കൂടുതൽ ടെൻഷനായിരുന്നു. ഇത് ഓക്കെ ആണ് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല വീടാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീടായപ്പോഴത്തേക്ക് പഠിച്ചു ലാസ്റ്റ് നമ്മൾ ഏതൊരു കാര്യം കുറേ ദിവസം കുറേ വീടുകൾ കാണുമ്പോഴും കുറേ ബിൽഡേഴ്സിനെ കാണുമ്പോഴും നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തു. പിന്നെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ എല്ലാം നോക്കിയപ്പം എന്തുകൊണ്ടും നല്ലൊരു വീടായിരുന്നു. ബിൽഡറും അത്യാവശ്യം ഒരുപാട് വീടുകൾ വെച്ചിട്ടുള്ളൊരു ബിൽഡറായിരുന്നു. അപ്പോൾ നമ്മൾ തിരക്കി കുറച്ച് ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്തപ്പം മനസ്സിലായി ദിസ് നൈസ്. ഇവിടെ ഒരു മുഖമൊക്കെ മാറി വരുന്നുണ്ട്. നമ്മൾ വീട് വാങ്ങിച്ചു, നമ്മൾ കണ്ടില്ല, നമ്മളെ വീട്ടിൽ കയറ്റിയില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. വാവയ്ക്ക് ഗ്യാസിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് ഇല്ലേ മൃദുലേ? അവൻ കരച്ചിലായിട്ട് രാത്രി ഇപ്പം കരച്ചിൽ, ഗ്യാസ് കയറിയിട്ടുള്ള പ്രശ്നം. മൃദുലയ്ക്കും ഉണ്ടാ പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നം. എനിക്ക് അറിയാലേ, കുഞ്ഞിന് മാത്രം. അതെ. അപ്പോൾ എന്തായാലും ഗൈസ് അങ്ങനെ നമ്മൾ തേടി നടന്ന് ലാസ്റ്റ് നമ്മുടെ വീട് നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. വീട് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല, അഡ്വാൻസ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 1 മാസം വെച്ചിട്ടാണ് അഡ്വാൻസ് എഴുതിയിരിക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ എഴുതാന്നുള്ളത്. അപ്പം 2 വീക്ക് കൊണ്ട് നമുക്ക് വീട് എഴുതി നമ്മളെ കയ്യിൽ ബാക്കി കാര്യങ്ങൾ ചാവി കിട്ടണം എന്നാണ് ഒരാഗ്രഹം. അപ്പോൾ അതിൻ്റെ കുറേ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇനി അതിൻ്റെ അതെ. ഏതായാലും നമ്മുടെ ചെക്കൻ വന്നിട്ട് നമ്മളത് പുതിയ വീടൊക്കെ വാങ്ങിച്ചു. അവൻ ഇതൊന്നും അറിയാതെ നല്ല സുഖം ഉറക്കത്തില്ല കണ്ടോ. മിക്കവാറും ഇന്ന് രാത്രി എനിക്ക് ശിവരാത്രി. അപ്പം ഗൈസ്, നിങ്ങളും ഒരുപാട് നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ വീഡിയോകളൊക്കെ നിങ്ങൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഗൈസ്. അപ്പം നമുക്ക് വീടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് പറഞ്ഞ ആ ടോക്കൺ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുള്ളതാണ്. പിന്നെ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലായി, നമ്മുടെ വീട്. എന്നിട്ട് ഏട്ടാ ഇത് നമ്മുടെ വീടാണോ? പെട്ടെന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു സംഭവം അങ്ങോട്ട് ഇതായിട്ടില്ല. വീട് വാങ്ങി അല്ലെങ്കിൽ വീട് വാങ്ങാൻ പോവുക പെട്ടെന്ന്. പിന്നെ ഗൈസ് കുറേ കാര്യങ്ങൾ നമ്മൾ ലൈക്ക് എനിക്കിപ്പം 25 വയസ്സെന്ന് പറയുമ്പോൾ അതൊരു ഏജ് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ. നമുക്ക് വീട് അങ്ങനെ എങ്ങനെയാണ് ഒരു തുടക്കം, നമ്മളൊരു ലൈക്ക് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല. അപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ തുടങ്ങണമെന്നൊക്കെയുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട് ചില കാര്യങ്ങളിൽ. ബട്ട് അതൊക്കെ ഇനി പോകെ ദിവസങ്ങളിൽ മാറും. കാരണം പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊരു വീട്ടിലോട്ട് മാറുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ 100 ക്വസ്റ്റ്യൻ മാർക്കുകൾ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 0 ആണ്, വീട് ഒന്നുമില്ല. നമ്മളിനി അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങണം. വീട് എന്ന് പറയുമ്പോൾ അതിനകത്ത് കട്ടിലില്ല, അലമാര മാത്രമുണ്ട് കേട്ടോ. അലമാര എല്ലാ റൂമുകളിലും അലമാരയുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങണം. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിച്ചണിലോട്ട് ആയിക്കോട്ടെ, ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റവ്, പാത്രങ്ങള്, ലിസ്റ്റ് ഇടുമായിരുന്നു.
എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും വാങ്ങിയോ? പിന്നെ ബാക്കി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആണ്. വീട്ടു സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി. വീട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിപ്പോൾ ഫംഗ്ഷനോ ഫ്യൂച്ചറിൽ എല്ലാവരും ഒക്കെ ആകുമ്പോൾ ഫാമിലി ആയിട്ട് ഫംഗ്ഷനൊക്കെ നടക്കാൻ നേരത്തും ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസോ എല്ലാവരും ഒക്കെ ആയിട്ട് ചില്ല് ചെയ്യാനും ഫാമിലിയൊക്കെ എല്ലാവരും ഞാൻ അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്തായിരുന്നു. കാരണം അതൊരു വീട് നോക്കിയപ്പം ഞാൻ നോക്കിയപ്പോൾ റൂമിന് സ്പേസ് കുഴപ്പമില്ല, പക്ഷേ ഹാള് നമ്മളെ വീട് വെച്ച് നോക്കുമ്പം ഹാള് നമുക്ക് അത്ര ഇങ്ങോട്ട് വലുത് കിട്ടുന്നില്ല. കാരണം നമുക്കറിയാലോ, നമ്മളവിടെ എല്ലാ പരിപാടിയും നമ്മൾ ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമും ഒക്കെ അവിടെ വെച്ച് നടത്താനായിട്ട് എല്ലാം പറ്റും. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അത് മേളിലും താഴെയായിട്ട് നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. അപ്പം അത് യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ ചെറിയ ഹാളാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും പല കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാളിന് ഭയങ്കരമായിട്ടും പ്രയോറിറ്റി കൊടുത്തു. അപ്പോൾ എന്തായാലും അവിടെ ആ ഒരു കാര്യത്തിന് കുഴപ്പമില്ല. നല്ല വലിയ ഹാളാണ്, നമുക്ക് എല്ലാ പ്രോഗ്രാമും അവിടെ വെച്ച് നടത്താനൊക്കെ പറ്റും. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതെ, പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. ഭയങ്കര ഒച്ചപ്പാടോ ബഹളോ കാര്യങ്ങളോ വണ്ടിയുടെ ഹോണടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ ശാന്തമായ സ്ഥലം. അടുത്തടുത്ത് നല്ല നല്ല വീടുകൾ അടുത്തടുത്തുണ്ട്. പോകുന്ന വഴിയും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിച്ചു. നമ്മളിപ്പം വീടിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചു തരാത്തത് വീടായിട്ടില്ല. വീടാവണമെങ്കിൽ വീട്ടിൽ സാധനങ്ങൾ വരണം, ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് വീടിൻ്റെ ഫോട്ടോ ഒന്നും കാണിക്കാത്തത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു വീടും അല്ല കേട്ടോ, അത് ആദ്യം പറയാമല്ലോ. ആ വീട് ഒന്നുമല്ല. അതെ അല്ലേ? സർപ്രൈസ് അല്ലേ? ആന്ന് പറ, സർപ്രൈസ് ആന്ന് പറ. നല്ല ഉറങ്ങോ. അപ്പോൾ എന്തായാലും നല്ലൊരു തുടക്കം നിങ്ങളെ പ്രാർത്ഥന കൂടെ വേണം. കുറേ ഒരു സ്വപ്നമായിരുന്നു ഒരു വീടെന്ന് പറയുന്നത്, അത് പെട്ടെന്ന് തന്നെ ഇതായി. അതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അയ്യോ, ഇതൊരു ഭയങ്കര നിമിത്തമായിരുന്നു കേട്ടോ. ഈ നമ്മളെ വാങ്ങാൻ പോകുന്ന വീട് വേറൊരാൾ ടോക്കൺ കൊടുത്തായിരുന്നു. വേറൊരാൾ ടോക്കൺ കൊടുത്ത വീടായിരുന്നു. പക്ഷേ ബിൽഡർ നമ്മൾ ആദ്യം ആരെഴുതിക്കുന്നു അവർക്കെന്നുള്ള രീതിയിലായിരുന്നു. ടോക്കൺ ആൾറെഡി ഒരാൾ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വീട് വാങ്ങാനായിട്ട് വേറെ ആളോട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓണറും ആ ചേട്ടനോട് ഉണ്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഈ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വീട് കണ്ടിട്ട് എനിക്ക് ഒരു വീട് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇപ്പം താറാണെങ്കിൽ പോലും നമുക്ക് ആദ്യം പോയി കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, പിന്നെ അത് കൊടുക്കാൻ വേറെ ഒന്നും ഇതായില്ല. അതൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. അത് കണക്കായിരുന്നു ഈ വീട് കണ്ടിട്ട് എനിക്ക് വേറെ ഏത് വീട് കണ്ടിട്ടും എനിക്ക് അതും കൊണ്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല. നമ്മളെ മനസ്സിന് നമ്മൾ വെക്കുന്ന പോലെ ഒരു വീടായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ എങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ അതേപോലത്തെ ഒരു വീട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട് എനിക്ക് എത്ര ആയാലും മനസ്സിൽ തോന്നില്ല. ഞാൻ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ വീട് എത്ര ബഡ്ജറ്റ് ഇച്ചിരി താത്തത് നമ്മൾ നെഗോഷ്യബിൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ചുമ്മാ ഒന്നും കൂടി ആ വീട് എന്തായാലും വാങ്ങുന്നില്ല, ചുമ്മാ ഒന്നും കൂടി പോയൊന്ന് കാണാം. കാരണം ആ വീട്ടിൽ എപ്പം പോയാലും അവന് അടുത്ത് തന്നെ അതിൻ്റെ ഓണർ കീ ഏൽപ്പിച്ചിട്ടുണ്ട്, നമുക്ക് എപ്പം വേണമെങ്കിലും വീട് പോയി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റായിട്ട് ഒന്നും കൂടി പോയി കാണാം, കണ്ടിട്ട് നമുക്ക് ഇനിയിപ്പോൾ കുഴപ്പമില്ല വേറെ വീട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനടുത്ത് വേറൊരു വീട് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചുമ്മാ കയറി പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി കണ്ടപ്പോൾ അതിൻ്റെ ഓണർ സ്ഥലത്തുണ്ടായിരുന്നു. ഒന്നും കൂടി ഒന്ന് വില സംസാരിച്ച് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞ് ആരാണോ ആദ്യം എഴുതുന്നത് അവർക്ക് എന്തായാലും വീടം കൊടുക്കും, എനിക്ക് എന്തായാലും ഇത് സെല്ല് ചെയ്തേ പറ്റത്തുള്ളൂ, അർജൻറ്റാണ്. അപ്പം പിന്നെ നമ്മൾ വില ഒന്നും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊടുത്ത്, പുള്ളിയും ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി തന്ന് അപ്പം തന്നെ ടോക്കൺ കൊടുത്ത്. അത് ഏട്ടൻ വിളിച്ചിട്ട് ആ വീടിന് എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പോയി. കാരണം അത് പോയി, കാരണം അത് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നില്ല, അതല്ല വേറെ എന്നൊക്കെ പറഞ്ഞാൽ അത് പോയി എന്ന് വിചാരിച്ചോണ്ടിരുന്നയാ. പക്ഷെ വിളിച്ചിട്ട് ആ വീട് തന്നെ എന്ന് പറഞ്ഞപ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആൾറെഡി, പക്ഷെ പോയി കണ്ടപ്പോൾ യോഗ ഭയങ്കര ഇഷ്ടപ്പെട്ടു വീട്. എനിക്ക് ആകെ ഉള്ളൊരു സ്പേസ് വേണം, എല്ലായിടത്തും സ്പേസ് വേണമെന്നുള്ളായിരുന്നു, പക്ഷെ അത് ഉണ്ട്. എൻ്റെ ഒരു ഇതാണ് കേട്ടോ, വീട് കാണാനൊരു ഭംഗി വേണം, കാണാനൊരു ബ്യൂട്ടി വേണം. അതാണല്ലോ വീടെന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്തിട്ടുള്ള ബ്യൂട്ടി ആവരുത്. നമുക്ക് ബ്യൂട്ടി വേണം എന്നാൽ ഒരിക്കലും സ്പേസിനെ അത് ബാധിക്കരുത്. അതെൻ്റെ ഒരു ഭയങ്കര ഇതാണ്. അതാണ് ഞാൻ വീട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കൊടുത്തത്. ചില വീടുകളൊക്കെ കാണാൻ ഭയങ്കര അഡാർ ലുക്കാണ്, കിഡിലാണ്, പക്ഷെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഒരു സ്പേസ് കൺസ്യൂം ചെയ്തിട്ടാണ് അതിൻ്റെ ബ്യൂട്ടി വെച്ചേക്കുന്നത്. ചില കോർണർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് കുറച്ച് ബ്യൂട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല, അകത്ത് അടിപൊളിയായാൽ മതി. കാരണം അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തതായിട്ട്.
അപ്പോൾ എന്തായാലും നമ്മുടെ ആഗ്രഹത്തിനും മനസ്സിനും ഒത്ത ഒരു വീട് നമ്മൾ കണ്ടുപിടിച്ചു, അതിന് ടോക്കൺ കൊടുത്തു. ഏതാനും ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ആഴ്ചകൾക്കോ അകം അതിൻ്റെ താക്കോൽ നമ്മളെ കയ്യിൽ കിട്ടും. എന്താ പറയുക, നമ്മുടെ കുഞ്ഞിൻ്റെ 28 കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറി താമസിക്കും. അപ്പം എല്ലാത്തിനും നിങ്ങളും കൂടെ വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി. അപ്പം ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബ്ലൂം അടിക്കാൻ ആള് വന്നിട്ടുണ്ട്, പക്ഷെ കണ്ണു തുറന്നിട്ടില്ല, ഉറക്കമാണ്. എടാ ഓതങ്ങാടിയടാ, നീ എവനെ പറയാ, എന്തിനാ പറഞ്ഞത്? ഏസ്തെറ്റിക് ആണ്, മറ്റുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒളിച്ചു വെച്ചപ്പോൾ അതാണ്ട് അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിക്കുന്ന മുഖം. ഉറക്കം കേട്ടോ, ഉറക്കം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സുഹൃത്തുക്കളെ. അപ്പം അടുത്തൊരു വീഡിയോക്ക് കാണുന്നവരേക്കും ബൈ. തല ഉണ്ടാ ബ്ലൂം, എന്നിട്ട് ബ്ലൂം അടിക്കൂടെ നീ? എടാ നീ ബ്ലൂം അടിക്കടേ, ഒന്ന് ബ്ലൂം അടിയടേ, ഒന്ന് ബ്ലൂം അടിയടേ. ചിരിക്കുന്നു ചിരിക്കുന്നു.